നമ്മളുടെ വിക്രം നായകനായിട്ട് വന്നിട്ടുള്ള തങ്കലാൻ എന്ന് പറഞ്ഞ സിനിമ ഇന്ന് പോയി കണ്ടു. ആ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്, അല്ലാതെ അടിച്ച് കീറി മുറിച്ച് വലിച്ച് കീറിയിട്ടുള്ള റിവ്യൂ എന്നല്ല. ഞാനൊരു സിനിമയുടെ അങ്ങനെ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ പോലും കൊടുത്തിട്ടില്ല. അപ്പം സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ, പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം പറയുന്നതേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ ഈ പടം ഇതൊരു ഫാൻസിന് വേണ്ടിയുള്ള പടം അല്ലടി. അതായത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പടം ആയിരിക്കണമെന്നില്ല. നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന സാധനം. അതായത് ഈ പടം ദിസ് ഈസ് നോട്ട് ഫോർ എ ഫാൻസ് ടു എൻജോയ് ഇൻ ദ തിയേറ്റർ. ഓക്കെ, അതായത് നമ്മൾ വിജയ് പടത്തിലൊക്കെ പോയിട്ട് അർമാദിക്കാനുള്ള ഒരു പടമല്ല ഇത്. ഔട്ട് ആൻഡ് ഔട്ട് ഒരു കംപ്ലീറ്റ്ലി ഒരു അക്കാദമിക് മൂവി തന്നെയാണ്. അതായത് ഒരു കഥയുണ്ട്. ശരിക്കും കോളാർ ഗോൾഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന കർണാടകത്തിലെ ജില്ലയുണ്ടല്ലോ, KGF, അവിടെ നടന്നിട്ടുള്ള റിയൽ ലൈഫ് ആയിട്ടുള്ള ഒരു സ്റ്റോറീൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു കഥയാണ്. പാരഞ്ജിത്താണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വിക്രം, പാർവതി, മാളവിക, പശുപതി, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി അർമാദിക്കാനുള്ള ഒരു പടം അല്ലടേ. അതായത് കംപ്ലീറ്റ്ലി ഒരു അക്കാദമിക് മൂവിയാണ്. നമ്മൾ പറയില്ല, ഒരു അവാർഡ് വിന്നിങ് സ്റ്റോറി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. ഒറ്റ നോട്ടിൽ പറയുന്നുണ്ടെങ്കിൽ കിടുപടടി, ഇജാതി പടം. അതായത് നമ്മൾ പറയുമല്ലോ, ആ ഒരു പീരിയോഡിക് സെക്ഷനാണ്. അതായത് 18th സെഞ്ച്വറി അല്ലെങ്കിൽ 5th സെഞ്ച്വറി തൊട്ട് 18th സെഞ്ച്വറി വരെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് അവർ കാണിക്കുന്നത്. അതായത് 1800-കളിലൊക്കെ നടക്കുന്ന കഥ. ഞാൻ ഈ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവർ അതിൻ്റെ സിനോപ്സിസിൽ പറഞ്ഞിട്ടുള്ളത് റിയൽ ലൈഫ് സ്റ്റോറി തന്നെയാണ്. അത് ക്ലൈമാക്സിൽ, ഐ മീൻ എൻഡിങ്ങിൽ, പോസ്റ്റ് ക്രെഡിറ്റിലൊക്കെ അവർ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. ഈ കോളാർ ഗോൾഡ് ഫീൽഡ്സിലെ വർക്കേഴ്സും അവരുടെ ബ്രിട്ടീഷുകാരുടെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് റിയൽ ലൈഫ് സ്റ്റോറിയാണ്. പാരഞ്ജിത്ത് പറയുന്ന ഡയറക്ടർ നമുക്കറിയാം, മുമ്പത്തെ സിനിമകളൊക്കെ അദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എല്ലാം കിടലം പടങ്ങൾ തന്നെയാണ്. പുള്ളി നല്ല രീതിയിൽ പടം മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നമ്മൾ പറഞ്ഞില്ല, എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. ഞാനിപ്പം ഈ പടം കാണാൻ പോകുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടുള്ള എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഒരു അർമാദിച്ച് വിളിക്കാനുള്ളൊരു പക്ക ഔട്ട് ആൻഡ് ഔട്ട് ഒരു മാസ് കൊമേഴ്ഷ്യൽ പടം അല്ല. അതല്ലല്ലോ നമ്മൾ പ്രതീക്ഷിച്ച് പോണത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവർ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളത് കൃത്യമായിട്ട് കാണാനുണ്ട്. പടത്തിൽ നമുക്ക് കാണാനുണ്ട്. പെർഫോമൻസിൻ്റെ കേസിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് വിക്രം പിന്നെ പറയേണ്ട ആവശ്യമില്ല. പുള്ളി ഇജാതി പെർഫോമൻസ്. ആ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നില്ലടി. നമ്മൾ ഒരു സെക്കൻഡ് പോലും നമുക്ക് അങ്ങനെ ഒരു തോട്ട് വരില്ല. അതായത് ഓക്കെ, വിക്രമിനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് എന്നുള്ളൊരു തോട്ട് നമുക്ക് വരേയില്ലടി. ആ രീതിയിൽ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. ലുക്കായാലും മേക്കപ്പായാലും എന്തായാലും ഒരു രക്ഷയില്ല. അൺഡിസ്ക്രൈബിൾ എന്നൊക്കെ പറയുന്ന പോലെ പറയാൻ പറ്റൂടെ പുള്ളിൻ്റെ പെർഫോമൻസിന്. ഇജാതി പെർഫോമൻസ് തന്നെയാണ്. പിന്നെ പറയാനുള്ളത് പാർവതിയുടെ പെർഫോമൻസ് ആണ്. പാർവതിയുടെ പെർഫോമൻസ് ഉള്ള സീനൊക്കെ പെർഫോമൻസ് ചെയ്തതൊക്കെ കിടു തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, വരുന്ന എല്ലാ സീനിലും പുള്ളിക്കാരത്തി കരയാനുള്ളൊരു സീനാണ്. അതായത് കരയുന്നത് സന്തോഷം വരുമ്പോൾ കരയുന്നത് ഉണ്ട്, ദേഷ്യം വരുമ്പോൾ കരയുന്നത് ഉണ്ട്, സങ്കടം വരുമ്പോൾ കരയുന്നതും ഉണ്ട്. അതായത് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ഒക്കെ കരച്ചിലാണ്. അത് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ആ ക്യാരക്ടറിലേക്ക് എത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മാളവികയുടെ ക്യാരക്ടർ, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ട് ആ ഒരു മാളവികയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു ക്യാരക്ടറിന്റെ കഥ പറഞ്ഞിട്ടൊരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈൽ ഉള്ളത് കൊണ്ട് നമുക്ക് ബോറടിക്കാതെ പോകുന്ന ഒരേ ഒരു എലമെന്റ് ആ ഒരു സംഭവം കൊണ്ടാണ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു കഥയുണ്ട്, ആ കഥ പറയാനുള്ള സംഭവമുണ്ട്. ആ കഥയിൽ അവരുടെ ഇമോഷൻസ് ഉണ്ട്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, അവരുടെ വിശ്വാസങ്ങളുണ്ട്, പിന്നെ അവരുടെ ബാക്കിയുള്ള സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, എല്ലാം കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷൻസിൽ ഈ മാളവികയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ക്യാരക്ടറാണ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ സ്പോയിലർ ആകും. പക്ഷേ ട്രെയിലർ കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഹിൻ്റൊക്കെ കിട്ടും. അത്തരത്തിലുള്ളൊരു ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നില്ലേ, അത്തരത്തിലുള്ള സംഭവമാണ് അത്. ആ ഒരു സംഭവം ഉണ്ട്, അത് അവർ പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. കഥ ഇങ്ങനെ നമ്മളിങ്ങനെ ബോറടിക്കാതെ കൊണ്ടുപോകുന്നൊരു സംഭവമുണ്ട്. അത് ആ ഒരു മാളവികയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. അതിൻ്റെ പ്ലേസ്മെൻറ്റും അതിൻ്റെ സ്റ്റൈലുമാണ്, ആ പറഞ്ഞിട്ടുള്ള സ്റ്റൈലും അത് കിടലം പോലെ വർക്കൗട്ടിലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഞാൻ തമിഴാണ് കണ്ടത്. തമിഴെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു കഥയാണ് പറയുന്നത്. അപ്പം ആ ഒരു ലാംഗ്വേജ് ആണ്. അതായത് നമുക്ക് സാധാരണയുള്ള തമിഴല്ല, നമ്മൾ നോർമലി കേൾക്കുന്ന ഒരു തമിഴല്ല. ചിലപ്പോൾ കുറച്ച് കഷ്ടപ്പെടാണ് നമുക്കത് മനസ്സിലാക്കി എടുക്കാം. പക്ഷെ മലയാളം ഞാൻ കണ്ടിട്ടില്ല. മലയാളം ഡബ് എത്രത്തോളം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ തമിഴ് തന്നെയാണ് കണ്ടത്. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് പിന്നെ സബ് ടൈറ്റിൽ ഇല്ലായിരുന്നു. ചിലപ്പോൾ
നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നും പടത്തിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നല്ല ഓഡിയൻസിനൊപ്പം കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭാഗ്യം. ഞാൻ കണ്ടുള്ള ഓഡിയൻസ് 99% കിട്ടുള്ള ഓഡിയൻസ് തന്നെയായിരുന്നു. അതായത് വേറെ ഒരു കമൻസും കാര്യങ്ങളൊന്നുമില്ല. ആ സിനിമയിൽ എല്ലാവരും ഇങ്ങനെ മുഴിഞ്ഞ് സിനിമയിൽ എല്ലാവരും ഇങ്ങനെ എന്താ ഇൻവോൾവ് ആയിരുന്നു. അതായത് പുറത്ത് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസും കമൻസും അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിഷ്വൽസിന്റെ കേസായാലും പിന്നെ മ്യൂസിക്കിന്റെ കേസായാലും ആ പാട്ടൊക്കെ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ ആ ഒരു എൻഡിങ് സീനിലൊരു ആ ഒരു മ്യൂസിക് ഉണ്ട്, നമ്മൾ ട്രെയിലറൊക്കെ കേട്ടുള്ള ആ ഒരു സാധനം ഉണ്ട്. അത് ആ ഒരു വിഷ്വലും ആ മ്യൂസിക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആ മ്യൂസിക്കൊക്കെ കൃത്യമായിട്ട് സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക്കിന്റെ സെക്ഷൻ ആയാലും വിഷ്വൽ ആയാലും. പിന്നെ VFX കുറച്ച് നമുക്ക് ഒരു അരോചകമായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. കാരണം 2-3 സ്ഥലത്തൊക്കെ കൃത്യമായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ VFXന്റെ ആ ഒരു അപാകത മുഴച്ചു നിൽക്കുമ്പം ഓക്കെ അങ്ങനെയുള്ളൊരു കല്ലുകടി നമുക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് എനിക്ക്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കിടിലം അമ്മാതിരി പടം എന്നൊന്നും പറയാനില്ലെങ്കിലും ആ സംഭവം എന്താണ് അവർ പറയേണ്ട കഥ, ആ കഥയ്ക്ക് കൃത്യമായിട്ടുള്ള മേക്കിങ്ങും കൃത്യമായിട്ടുള്ള ഡയറക്ഷനും പിന്നെ വിഷ്വൽസും സ്റ്റോറിയും പെർഫോമൻസും ഒക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന സമയത്ത് പല സ്ഥലത്തും എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തീർത്തതുപോലെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതായത് കട്ട് ചെയ്തിട്ട് അത് എഡിറ്റിംഗ് കട്ട് ചെയ്തത് ടപ്പ് 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 എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തെത്തുമ്പോൾ സ്പീഡിലങ്ങ് പോയി. അതായത് ഒരുപാട് കാര്യങ്ങൾ അവർ പറയാനുണ്ട്, പക്ഷേ സമയത്തിന്റെ പരിധി കൊണ്ട് അവർ കട്ട് ചെയ്തപ്പോൾ ടപ്പ് 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 ഓക്കെ പെട്ടെന്ന് തീർന്നു എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. സെക്കൻഡ് ഹാഫ് കുറച്ചൊരു ലാഗ് ചിലപ്പോൾ ചിലർക്ക് തോന്നാം. ഇതിൽ നമ്മൾ പറഞ്ഞില്ല ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ ഒരു സംഭവം ഉണ്ട്. അതായത് സൈക്കോളജിക്കലി അവന്റെ മെന്റൽ ഹാലൂസിനേഷൻ അങ്ങനെ സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ എഡിറ്റിംഗ് കിടിലായിരുന്നു. ക്ലൈമാക്സിൽ പോകുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഭയങ്കര രീതിയിൽ നമ്മളെ എൻഗേജിങ് ആക്കുന്നുണ്ട് ആ ഒരു സംഭവം. അപ്പൊ അതൊക്കെ ആ ഒരു സംഭവത്തിന്റെ ബേസിലൊക്കെയാണ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പൊളിറ്റിക്സ് അവർ പറയുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാരുടെ അടിമത്തം, സ്ലേവറി, പിന്നെ ഇവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള ദാരിദ്ര്യം, പട്ടിണിയും അങ്ങനെ എല്ലാ ഇമോഷൻസിലേക്കും അവർ കൃത്യമായിട്ട് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഫാമിലി ഇമോഷൻസ് ഉണ്ട്, മക്കളോടുള്ള ഇമോഷൻസ് ഉണ്ട്, നാടിനോടുള്ള ഇമോഷൻസ്, പിന്നെ മതത്തിനോടുള്ളത്, എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. മേക്കപ്പും ആർട്ട് ഡയറക്ഷനും ഒക്കെ ഇജാതി. പടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ തങ്കലാനെ കുറിച്ച് പറയാനുള്ളത്. എന്നൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുക. ആൻഡ് പുതിയൊരു വീഡിയോ ഉടനെ വരും. അതുവരേക്കും